ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസത്തെ വീഡിയോ ചേർത്തിട്ട്, അതായത് എല്ലാ അമൂർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് 1-2 ദിവസത്തെ വീഡിയോ ചേർത്തിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഫുൾ അമൂറാണ്. നമുക്ക് ചില സമയത്ത് ചെറിയ അമൂറാണെങ്കിൽ പോലും വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ കല്ലിൻ്റെ ഗ്യാപ്പിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടാറുണ്ട്. കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ മീനാണ്, പക്ഷെ കയറി കഴിയുമ്പോൾ ചെറിയൊരു മീൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്നാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, അപ്പോൾ അതെ രാവിലെ കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഏകദേശം 6:15 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നേരം വെളുത്തിട്ടില്ല. ഒരു 6:20-25 ആവും കുറച്ച് വെളിച്ചം വെച്ച് വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാനയുടെ ഫയർ ടൈഗർ 17 ഗ്രാമാണ്. അത്രമാത്രം വിഷ്വൽസ് ക്ലിയർ ആണെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ ഈ സമയത്തൊന്ന് ട്രൈ ചെയ്യണം. മീൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വിഷ്വൽസ് ക്ലിയർ ഉണ്ടോയെന്ന് അറിയണം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളമാണെങ്കിൽ ഏകദേശം ലോ ടൈഡിലേക്ക് പോയോണ്ട് നിൽക്കുക. ഒരു 8 മണി സമയമാക്കുമ്പോൾ ലോ ടൈഡ് ആവും. ഓക്കെ, എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കല്ലുകൾ ഒട്ടക്കുള്ള സ്ഥലമാണ്. ഉണ്ടാവുന്നുള്ളത് നോക്കാം. നമ്മൾ നല്ല കല്ലോട് ചേർന്നിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ റിട്രീവ് ചെയ്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളമാണ് കണ്ടിട്ട്. മീനടിക്കാൻ ചാൻസ് എല്ലാം കൂടുതലാണ്. ഈ സൈഡൊന്ന് കാസ്റ്റ് ചെയ്തോട്ടെ. വല ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് വല. ഉടക്കോ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൂറാട്ടോ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. തട്ടി അപ്പം സ്ക്രാച്ച് ആവുകയാണല്ലോ ലീഡറെ. ഞങ്ങളെ കല്ലിൻ്റെ ഗ്യാപ്പ് നിന്നാണ് എടുക്കുന്നത്, അതാ പ്രശ്നം. അപ്പോൾ ഈ സൈഡ് നമ്മൾ മറിച്ച് കാസ്റ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ വീണു. ചെറിയൊരു അമൂർ ഫസ്റ്റ് തന്നെ നല്ല ഉക്കയക്കണം. മണ്ടമ്മ കയറിയിരുന്നു ഇങ്ങനെ. മോനെ എന്തോ ഉക്കാണിത് വരുമ്പോൾ അത് പുതിയ ശ്രംബാണ്, അതാണ്. ഓക്കെ, അപ്പോൾ ഫയർ ടൈഗറിനകത്ത് നമുക്ക് ആദ്യത്തെ മീൻ കയറി കിട്ടിയിട്ടുണ്ട്. ലീഡർ ലൈൻ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. ചെറുതാണ്, വേണ്ട. നമുക്കിതിനെ റിലീസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വിട്ടു വരില്ല, ഉപ്പുവെള്ളം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവനെ റിലീസ് ചെയ്യാം. വലുതായി വരുന്ന മീനുകളാണ്. എന്തായാലും നമ്മൾ എടുക്കലുണ്ട്, എല്ലായ്പ്പോഴും ഒഴിവാക്കും എന്നല്ല പറയണത്. എന്നാലും മിക്ക ഒരു 99% നമ്മൾ ഇതുപോലെ അമൂറിൻ്റെ കുട്ടികൾ കിട്ടിയാൽ നമ്മൾ ഒഴിവാക്കലുണ്ട് കേട്ടോ. ചില സാഹചര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ 100% ഒഴിവാക്കാറുണ്ട് എന്ന് ഞാൻ പറയണില്ല. കാരണം ഒപ്പമുള്ള സമയത്ത് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തായാലും മീൻ കാസ്റ്റ് ചെയ്തോ കേട്ടോ. നമുക്ക് ഈ സെയിം ഡയറക്ഷനിൽ തന്നെ ഒന്നുകൂടി കാസ്റ്റ് ചെയ്തോ. നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നിന്ന് കാസ്റ്റ് ചെയ്ത് നേരെ ഏകദേശം കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നിട്ട് കാസ്റ്റ് ചെയ്ത് ഒരു 10-15 മീറ്റർ ഇപ്പുറം വന്ന്
ഇനി ലെഫ്റ്റും റൈറ്റ് ആയിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അയ്യോ ചെറുതെന്തോ തട്ടിപ്പോയിട്ട്. കാസ്റ്റ് ചെയ്ത് നോക്കാം. വാൽമ പിടിച്ചങ്ങനെ താത്താണ്. അച്ഛോ എങ്ങട്ടാ പോയത്? അടിച്ച് അമൂറ് അമൂറ് അമൂറ്. ഇത് കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് കേട്ടോ. ഇതൊരു 1/2 kg സൈസ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ഇതൊരു 1/2 kg സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മീൻ പറഞ്ഞില്ല, വെള്ളം കുഴപ്പമില്ലാത്ത വെള്ളം. ഈ മീനുകളൊക്കെ എന്താ തൊള്ളേക്ക് വെള്ളം അടിച്ചെടുക്കും. ഫയർ ടൈഗറിനകത്ത് തന്നെ. ഓക്കെ, സ്റ്റിക്ക് കൊടുങ്ങി നല്ലപോലെ വെക്കട്ടൊന്ന്. വേണ്ട. അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കാൻ പോവാണ്. സെക്കൻഡ് മീൻ കേട്ടോ. രണ്ടാമത്തെ മീൻ, ഫസ്റ്റ് മീൻ നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഫയർ ടൈഗർ. ഓക്കെ, ഇന്ന് ഫുൾ അമൂർ തന്നെയാണ്. ഇനി ചെമ്പല്ലിയൊന്നും ഇല്ലേ, കാരണം ഫസ്റ്റ് കിട്ടിയത് ചെറിയ അമൂറ്, രണ്ടാമതും ചെറുത് തന്നെയാണ്. എന്നാൽ പറ്റ ചെറുതല്ല, നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസാണ്. എന്തായാലും നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിട്രീവ് ചെയ്ത് നോക്കാം. ചാപ്പാമേ, ഓ നല്ല സ്ട്രൈക്ക് കിട്ടിട്ടാ. പരിപാടി. എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കയറ് എടുക്കുന്നുണ്ട്, അതാണ് ഡേഞ്ചർ. ഞങ്ങൾക്ക് ഒരു ഒടക്കിക്കാളും. അമൂറന്നായിരുന്നു പാണ്ടാറ്. എന്ത് കഷ്ടമാണ് ഇങ്ങനെ ആയാലും. അടിച്ച മീൻ അങ്ങനെയും മിസ്സാവും. ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അമൂർ തന്നെയാണ്. അമൂറാണ് കൂടുതൽ അങ്ങനെ എടുക്കാറ്. ഓട്ടം കണ്ടിട്ട് അമൂറിൻ്റെ തന്നെയാണ്. പക്ഷെ ഇട്ട് വെച്ച സാധനം ചുറ്റി എടുക്കുമ്പോൾ അതിൽ മീൻ. എന്താ അവസ്ഥ? സംഭവം അത് പൊട്ടിപ്പോയിട്ടാ. കല്ലിൽ വരുത്തി ലൈന് പൊട്ടിപ്പോയി. ലീഡർ ലൈനും ഷ്രിമ്പ് എല്ലാം പോയി. ഇനി ഏതിടും? ജെല്ലി ബ്ലൂ, ലോലിപ്പാട്, വേറെ കളർ. നമുക്കിത് ടോക്കാം. എല്ലാം ലിയപ്പാട്. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് മീൻ കയറി അതിൻ്റെ ഉക്കൊക്കെ ഒന്ന് പണിയൊക്കെ ഒന്ന് വരുതിയിട്ടിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഉക്കാവില്ല. അങ്ങനത്തെ വിഷയം വരും.
വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. കുറച്ച് റെസ്റ്റ് കയറിയതാണ്. എന്തായാലും ഇത് വെച്ച് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലാരെങ്കിലും അടിക്കാൻ നോക്കാമല്ലോ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ യെല്ലോ ലെപ്പാട് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യാൻ പോണേ. മറ്റേത് അവിടെ ഉടക്കി പോയാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് എന്തെങ്കിലും കടിക്കുമോ എന്ന് നോക്കാം. അടിച്ച് നോക്കായിട്ടാ മീനടിച്ച് കല്ലിൽ കയറിക്കണ്. എന്ത് സാധനം. ഓ, ഒരു മീനടിച്ചത് അങ്ങനെ കയറി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല സൈഡിലോട്ട് മാറി നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ അതിനാൾ കയറിപ്പോയി. നോക്കാം, ഇറങ്ങുമോ നോക്കട്ടാ. ചെറിയ അമൂറാണ്, ഇത്ര പവർ എടുത്തുകൊണ്ടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ ആൾ നേരെ പാഞ്ഞ് കല്ലിൻ്റെ ഇടയിൽ കയറിപ്പോയി. ഇത് മൊത്തം സ്ക്രാച്ച് ആയി കാണും. ഓക്കെ, ഒരു 10-100 ഗ്രാം ഉണ്ടാവും. ഫസ്റ്റ് മീൻ കേട്ടോ, ലാൻഡ് കഴിക്കാൻ പറ്റിയത്. ഓക്കെ, നമ്മൾ ആ ശ്രമിട്ട് ഫസ്റ്റ് കയറി പറഞ്ഞാണ്. എന്താപ്പത് പാല് കഴിക്കാൻ പിന്നെ മാലിലിട്ടിട്ട് വേഗം കാസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, ഹായ്. അപ്പോൾ അതെ, നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പം നേരം വെളുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:20-25 ആ സമയത്തായിട്ട് നേരം വെളുത്ത് വരുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വൈകിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാനയുടെ ഗ്രീൻ ലെപ്പാഡാണ് ഉപയോഗിക്കുന്നത്. അതെ, ഈ ഒരു സാധനം കേട്ടോ, 17 ഗ്രാമിൻ്റെ. ഓക്കെ, വെള്ളം ഹൈ ടൈഡിൽ നിന്ന് ഇറങ്ങി ഏകദേശം സെൻറ്റർ ഭാഗത്തെത്തിൻ്റെ ലോ ടൈഡ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. വെള്ളം കുറച്ചൊരു തെളിയുള്ള പോലെ തോന്നിക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കുക. നല്ല പാരയാണോ മാലാനോ വേണ്ട, അവിടെ മറിയുന്നുണ്ട്. അടിപൊളി. തിരിയല്ല ഒന്നങ്ങോട്ട് കയറിക്കാട്ടെ. ഓക്കെ, സെറ്റ്. അവിടെ കിടക്കും. അങ്ങനെ ഫസ്റ്റ് മീൻ കയറിയിട്ട് കേട്ടോ. സെറ്റ്. അയ്യോ പൊളി.
ഒരു കുഴപ്പമില്ലാത്ത സൈസ് അമൂറാണേ. അടിപൊളി. മുണിങ്ങിയിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അമൂർ കയറിയ അപ്പോൾ ഫുൾ എന്താണ് ചെമ്പല്ലി സീസണായിട്ട് മൊത്തം കയറുന്നതല്ല അമൂറാണ്. ഗ്രീൻ ലെപ്പാർഡ്. അടിപൊളി അടിപൊളി നൈസ്. അതെ മുളക്കിട്ടുള്ള ഫസ്റ്റ് മീനിട്ടാ. അമൂറാണേ. അതില്ലേ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, മീൻ കാസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ കുറച്ച് മോൾക്ക് കിട്ടപ്പോഴാണ് മീൻ അടിച്ചത്. എന്തായാലും ഇനി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി സംഭവം. നമ്മൾ എറിഞ്ഞിട്ടൊക്കെയായിരുന്നു, അതിനകത്ത് ആള് വീഴുന്ന ആ സമയത്ത് തന്നെ വന്ന് വെട്ടിയതാട്ടോ. എന്തായാലും നമുക്കൊന്നും കൂടി ആ റേഞ്ചിലൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും അടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മീൻ കയറി.